ഹായ്, നമസ്കാരം. ആടുജീവിതം. ഈ നോവൽ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ്. ഞാനൊരു പ്രവാസി ജീവിതം നയിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു. ഇവിടുന്ന് അതായത് നാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് അവിടെ എത്തിയതിൻ്റെ ഒരു 5ഓ 6ഓ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നോവൽ വായിക്കുന്നത്. 3 ദിവസം എടുത്ത് ഈ നോവൽ വായിച്ച് തീർത്തെങ്കിലും ഒരാഴ്ചയോളം ആ നോവലിൻ്റെ ആ ഒരു ഒരു ഫീലിങ്സ്, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഹാങ് ഓവറിൽ നിന്ന് മുക്തി നേടാൻ ഒരാഴ്ചയോളം എടുത്തു. അതുപോലത്തെ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു നോവലിൽ എന്നെ ഇത്രത്തോളം വിഷമിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ളതും ആടുജീവിതം എന്നൊരു നോവൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ 1ഓ 2ഓ നോവലേ വായിച്ചിട്ടുള്ളൂ, അത് ആടുജീവിതം മാത്രമാണ്. അപ്പം ഈ ആടുജീവിതം സിനിമയെ ഒരുങ്ങുമ്പോൾ എനിക്ക് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്നെ ഒരു നോവൽ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടുമാറാതെ തന്നെ ഒരാഴ്ച കാലോളം ആടുജീവിതത്തെക്കുറിച്ച് മൊത്തം ചിന്തിപ്പിച്ച് ഇരുന്ന ഒരു കഥയാണല്ലോ. അത് സിനിമയായിട്ട് വരുമ്പോൾ എങ്ങനായിരിക്കും അതേ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുമോ, അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിൽ നിന്നൊരു തിരശീല വീണിരിക്കുകയാണ്. ഞാൻ ആ സിനിമ പോയി കണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ആ 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ നോവൽ വായിച്ച അതേ ഫീലിങ്സും അതേ ആ ഒരു മെൻറ്റാലിറ്റി എല്ലാം എനിക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതേ രീതി നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന വിഷ്വൽസ് മുഴുവനും അതേ രീതി, കാരണം എൻ്റെ മനസ്സിലുണ്ടായ വിഷ്വൽസ് അതേ രീതിയിൽ ബ്ലെസ്സി ഒപ്പിവെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അതിഗംഭീരമായിട്ടാണ് ബ്ലെസ്സി ഈ സിനിമ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ നോവലിനെ നോവിക്കാത്ത തരത്തിൽ, ആ നോവൽ ഒരു യഥാർത്ഥ സംഭവമാണ്, ആ ആളെ പോലും വേദനിപ്പിക്കാത്ത തരത്തിൽ നല്ല അസലായിട്ട് നല്ല മാന്യമായിട്ട് ആ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ പൊളിയായിട്ടുണ്ട്, രക്ഷയില്ല. ഇതിൻ്റെ ബീജിയം മാത്രമാണ് എനിക്ക് ഒരു AR റഹ്മാൻ്റെ ബീജിയമല്ലേ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിലവാരം പുലർത്തിയില്ല. അതായത് ആ AR റഹ്മാൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ചില ഇടങ്ങളിലൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഒരു നോർമൽ AR റഹ്മാൻ അല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്ന തരത്തിലായിരുന്നു ചില ഭാഗങ്ങളൊക്കെ. ചില ഭാഗത്ത് അതിഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാട്ട് ഗംഭീരം തന്നെ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ആ പാട്ടായാലും അതിൻ്റെ സന്ദർഭം, അതിൻ്റെ ഒരു ഫ്ലൂട്ട് പോലെ ഒരു വിഷം വരുന്നുണ്ട്, അത് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച ഇതിൽ പൃഥ്വിരാജിനെ അവിടേക്കാണ്. ഈ ചിത്രത്തിൽ ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോകുൽ, പുള്ളിക്കാരൻ നല്ലൊരു കൈയ്യടി കൊടുത്തേ പറ്റൂ. നല്ല അസലായിട്ട് അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല, വളരെ ഒതുങ്ങിപ്പോയ പോലെ തോന്നി. കുറച്ചും കൂടെ അങ്ങേരുടെ ലൈഫും കൂടെ ഒന്ന് കാണിച്ചായിരുന്നെങ്കിൽ. നമുക്ക് ഈ നോവലിനകത്ത് ഈ ഹക്കീമിൻ്റെ ലൈഫ് കാണിക്കുന്നില്ല. അതായത് ഈ നമ്മുടെ നജീബിൻ്റെ യാത്രയിൽ ഇടയിൽ പുള്ളി വന്ന് ചേർന്നു, അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നതല്ലേ. ഹക്കീമിൻ്റെ ലൈഫും കൂടെ കാണിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആ സമയത്തൊന്ന് ആഗ്രഹിച്ചു പോയി. ഹക്കീമായിട്ട് അഭിനയിച്ച ഗോകുൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ ഒരു ആഫ്രിക്കക്കാരനായിട്ട് വരുന്നൊരു പുള്ളിയുണ്ട്, ഇബ്രാഹിം എന്നാണ് ആ പേര്, ഒരു രക്ഷയില്ല പുള്ളി. അതുപോലെ കഫീലായിട്ട് കുറച്ച് 2-3 അറബികളുണ്ട്, 2 അറബികൾ. ഞാൻ സൗദിയിലാണ് നിന്നുകൊണ്ട് ഇതുപോലത്തെ കാട്ടറബികളെ കുറച്ച് നേച്ചേഴ്സും അവരുടെ ആ ഒരു സംസാര രീതി, ഒരു സ്വഭാവം എല്ലാം കറക്റ്റായിട്ട് അതേ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2 കഫീലായിട്ട് വരുന്ന അറബികൾ. ആ കാട്ടറബികൾ എങ്ങനെയാണ്, കാട്ടറബികൾ എന്ന് പറയാവോ, നമുക്ക് അങ്ങനെ അറിയത്തുള്ളൂ. നല്ല അറബികളുണ്ട്, നമ്മൾ കുറച്ച് ഇതുപോലത്തെ കാട്ടറബികൾ എന്ന് പറയുന്നത് നല്ല അറബികളും ഉണ്ട്. ഈ ഇതുപോലത്തെ കാട്ടറബികളുടെ സ്വഭാവമൊക്കെ നമ്മൾ കുറച്ച് അവിടെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. സംസാര രീതി, നമ്മളെ ആട്ടുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് ഈ സിനിമയിൽ നജീബിൻ്റെ കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, പൃഥ്വിരാജിനെ കൊണ്ട് പറ്റുമോ? ചിലപ്പോൾ ബോഡി ചിലപ്പോൾ വണ്ണം കുറച്ചത് ഒക്കെ പറ്റും, അഭിനയിക്കണം. കാരണം ഇതിനകത്ത് വിക്രം, സൂര്യ ഇവരെയൊക്കെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. അവരെ കൂട്ട് റേഞ്ചിലുള്ള ഒരു നടനെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. പൃഥ്വിരാജ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലൊരു ഡാനിയൽ, ഒരു സിനിമയുടെ പുള്ളിക്കൊരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയ ആ സിനിമ കമലിൻ്റെ ഗംഭീരമായൊരു പ്രകടനമായിരുന്നു. അതല്ലാതെ വാസ്തവത്തിനാണ്ടെന്ന് വേറൊരു സംസ്ഥാന അവാർഡ് കിട്ടിയില്ല, അതൊന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. അപ്പം വലിയൊരു നടനായി അല്ലെങ്കിൽ വലിയ ഒരു സ്റ്റാറാണ്, ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ഉള്ളു പൃഥ്വിരാജ്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ പൃഥ്വി ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാവരും, ഞാൻ പറഞ്ഞ പോയിട്ട് എല്ലാവരും വിക്രം, സൂര്യ, പിന്നെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ജയസൂര്യ, ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ എന്നാണ്. പക്ഷെ പൃഥ്വിരാജ് കിടുക്കനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനെ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാവരും അങ്ങനല്ലേ, പക്ഷെ പൃഥ്വിരാജിന്റെ മിക്ക പടങ്ങളിലും, എല്ലാ പടങ്ങളിലും അതിൽ പൃഥ്വിരാജിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ സിനിമയിൽ ഇദ്ദേഹം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഒരു മാനറിസവും ഈ സിനിമയിലില്ല. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ ആ നാട്ടി വെച്ചുള്ള ഒരു ചെറിയൊരു നടപ്പ് മാത്രമേ പൃഥ്വിരാജിൻ്റെ ആയിട്ട് തോന്നിയിട്ടുള്ളൂ.
അല്ലാതെ പെർഫോമൻസ് ആയാലും പുള്ളിയുടെ കരച്ചിലായാലും പുള്ളിയുടെ ചിരിയായാലും പുള്ളിയുടെ നോട്ടമായാലും പുള്ളി അതിനകത്ത് പൃഥ്വിരാജ് ഇവരോട് യാത്ര പറഞ്ഞ് ട്രെയിനിൽ കയറി പോകുമ്പോൾ പുള്ളിയുടെ ഭാര്യ അതായത് അമല പോളിനെ നോക്കി ഇങ്ങനെ ടാറ്റ കാണിക്കുന്ന ഒരു സീനുണ്ട്. പൃഥ്വിരാജ് എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളി അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സീൻ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജ് രക്ഷയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്കാർ ഒന്നും ഈ ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കാർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് എന്താ ഈ മമ്മൂട്ടി നേരത്തെ ഈ ഓസ്കാർ കിട്ടേണ്ട ചില കാരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കുക. പക്ഷേ ഓസ്കാർ കിട്ടിയില്ലെങ്കിലും നാഷണൽ അവാർഡ് അത് കിട്ടിയേ പറ്റൂ. പുള്ളി അതുപോലെ രീതി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ രീതിയിൽ പുള്ളി അത് ചെയ്ത് വെച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. കാരണം ഞാനൊരു പൃഥ്വിരാജ് ഫാനല്ല, പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടുമോ എന്ത് വേണം നമുക്ക് അങ്ങനെ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം അർഹിക്കുന്നുണ്ട്. സംസ്ഥാന അവാർഡായാലും നാഷണൽ അവാർഡായാലും പൃഥ്വിരാജിന് കിട്ടണം അതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു പച്ചയായ മനുഷ്യൻ്റെ നടന്ന ഒരു സംഭവമാണ് അത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് കഷ്ടപ്പെട്ട് വണ്ണം കുറച്ച് പട്ടിണി കടന്ന് അത് കോലം പോട്ടെ, പക്ഷെ അഭിനയിച്ചതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് മിനിമം അതെങ്കിലും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഗംഭീരമായ സിനിമയാണ്. തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. തിയേറ്ററിൽ പോയി ഈ സിനിമ എല്ലാവരുമായിട്ട് ഫാമിലി പ്രവാസികളായിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബമൊക്കെ പോയി കാണേണ്ട ഒരു പടമാണ്. എന്താ പറയുക, ഇത് ഒരു നജീബ് മാത്രമല്ല, ഒരുപാട് നജീബുകൾ ഇപ്പോഴും ഗൾഫിൽ ഇതിനെക്കാട്ടിലും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്തായാലും ഈ സിനിമ എല്ലാവരും പോയി കാണുക. ഓക്കെ.